25 പേരുടെ മരണത്തിന് കാരണമായ ഗോവ നിശ ക്ലബ് തീപിടുത്തവുമായി ബന്ധമുള്ള 2 സഹോദരന്മാരെ തായ്ലാന്റിൽ കസ്റ്റഡിയിലെടുത്തു. വിചാരണ നേടുന്നതിനായി അവരെ ഇന്ത്യയിലേക്ക് വിടാനുള്ള നടപടികൾ തുടങ്ങി. ഗോവയിലെ അർപോറയിൽ നിശ ക്ലബിലുണ്ടായ തീപിടുത്തത്തിൽ 25 പേർ മരിച്ച സംഭവത്തിൽ ഉടമകളായ ലുത്ര സഹോദരന്മാരെ കസ്റ്റഡിയിലെടുത്തു. തായ്ലൻഡിൽ നിന്നാണ് സൗരവ് ലുത്രയും ഗൗരവ് ലുത്രയും കസ്റ്റഡിയിലെടുത്തതെന്നും ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 7-ാം തീയതി പുലർച്ചെ 12:04 ബർച്ചാബായി റോമിയോ ലെയിൻ എന്ന ക്ലബിലാണ് അപകടമുണ്ടായത്. നൃത്തവും മറ്റും നടക്കുന്ന ക്ലബിന്റെ 1-ാം നിലയിലായിരുന്നു തീപിടുത്തമുണ്ടായത്. നിർമ്മാണത്തിനും അലങ്കാരത്തിനും ഉപയോഗിച്ച പനയോല, മുള, തടി തുടങ്ങിയ വേഗത്തിൽ തീപിടിക്കുന്ന വസ്തുക്കളുടെ സാന്നിധ്യവും തീരെ ഇടുങ്ങിയ വാതിലുകളും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. 4 വിദേശികൾ ഉൾപ്പെടെ 25 പേർ മരിച്ചു. മരിച്ചവരിൽ 14 പേരും ക്ലബിലെ ജീവനക്കാരായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെ ഇലക്ട്രോണിക് ഫയർ ട്രാക്കുകൾ ഉപയോഗിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണെന്നായിരുന്നു ആദ്യം കരുതിയത്. അപകടത്തിൽ ഗോവ മജിസ്ട്രേറ്റ് തല അന്വേഷണം ആരംഭിച്ചു. ക്ലബിന്റെ ജനറൽ മാനേജർ അടക്കം 4 പേർ അറസ്റ്റിലായി. ഇതിനു പിന്നാലെ ഗൗരവ് ലുത്രയും സൗരവ് ലുത്രയും തായ്ലൻഡിലേക്ക് കടക്കുകയായിരുന്നു. തുടർന്ന് സൗരഭിന്റെയും ഗൗരവിന്റെയും പാസ്പോർട്ടുകൾ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചു. ഇന്ത്യൻ ഏജൻസികൾ നേരത്തെ തന്നെ തായ്ലൻഡുമായി ബന്ധപ്പെട്ട് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിരുന്നു. ഇന്ന് പുലർച്ചെ ലോക്കൽ പോലീസുമായി സഹകരിച്ച് സംശയിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തുകയായിരുന്നു. ഇമിഗ്രേഷൻ നടപടികൾ ഉടൻ ആരംഭിക്കും. നാളെയോടുകൂടി ഇവരെ ഇന്ത്യയിലേക്ക് എത്തിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.